നമ്മൾ ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു മുമ്പ്. അപ്പൊ വിഷ്ണു ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. ഇപ്പൊ വന്നപ്പോ ആളെ മനസ്സിലായില്ല. ചേട്ടൻ പറയുകയും ചെയ്തു. നമ്മൾ വന്നപ്പോ അത് വണ്ണം വെച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രഗ്നൻസി സമയത്ത് അനാമിക്ക് ഫുഡ് അവള് കഴിക്കും, എന്നാലും കൂടെ ഒരാളോട് കഴിക്കണം. അങ്ങനല്ല, അവള് ആവശ്യപ്പെടുന്നത് എന്തും എല്ലാം എന്ന് വെച്ചാൽ അവള് രാത്രി 12 മണിക്ക് വരെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഞാറപ്പഴം ഉണ്ട് കേട്ടാ, ഒരു ഞാറന്ന് പറയുന്ന ഒരു പഴമുണ്ട്. അത് ഇവിടെ സീസൺ അല്ലായിരുന്നു. ഞാൻ നേരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പുനലൂരില്ല, അടൂരില്ല, പത്തനംതിട്ടയിലില്ല, എങ്ങും ഇല്ല. ഞാൻ ഇവിടെയും കൊണ്ടാണെങ്കിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോകാൻ നേരത്ത് നമ്മുടെ ഈ ഏനാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കണ്ട് അവിടെ പോയി നോക്കിയപ്പോഴത്തേന് തറയിൽ ഈ വണ്ടികൾ പാസ് ചെയ്തങ്ങ് പന്നലാവും. പിന്നെ ഒരു ദിവസം രാത്രിയിൽ അനാമിക രാത്രി എൻ്റെ അടുത്ത് ഞാറപ്പഴം കഴിച്ചാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ വിളിച്ചോണ്ട് നേരെ അവിടെ ആ സ്ഥലത്ത് പോയി. അന്നേരം രാത്രിയില്ലേ, വണ്ടി കുറവാണ്. അങ്ങനെ രണ്ട് കമ്പ് കൊടുത്ത് എറിഞ്ഞിട്ട് കുറെ പിച്ചി കഴിച്ച് അവളെ ഇഷ്ടപ്പെട്ട മാംഗോസ്റ്റീൻ കഴിക്കാൻ പറ്റി. അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത്.